എവ്രിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ബോത്ത് ഇൻഡെക്സിൻ്റെ അനലൈസിസ് ചെയ്യും. ഇൻട്രാഡേ അനലൈസിസ് ആണ് നമ്മൾ ചെയ്യാറുള്ളൂ. ഇത് നാളത്തെ അനലൈസിസ് ആയിരിക്കുള്ളൂ ഫോർ ലേണിംഗ് പർപ്പസ്. ഓക്കെ, സോ നമ്മൾ ചാർട്ട് ഡിസ്കഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ നിഫ്റ്റി തന്നെയാണ്. ഓക്കെ, നിഫ്റ്റി ചാർട്ട് അനലൈസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ലാസ്റ്റ് വീഡിയോ, ദാറ്റ് മീൻസ് ഫ്രൈഡേ ഈവനിങ് കൊടുത്ത ഞാൻ വീഡിയോയിൽ ഈ ലെവൽസാണ് ഞാൻ കൊടുത്തായിരുന്നു. ഓക്കെ, പിന്നെ ഫ്രൈഡേ ഞാൻ വേറെ ഒരു ഒന്നോ രണ്ട് കാര്യം കൂടി എടുത്തു പറഞ്ഞായിരുന്നു. ഫസ്റ്റ് നമ്മുടെ ഈ ഒരു വൺ അവർ ചാർട്ടിൽ പോകാം. 1 അവർ ചാർട്ടിൽ ഞാൻ എടുത്ത് പറഞ്ഞത് എന്തായിരുന്നു, ഇത് നമ്മുടെ മെഗാഫോണിൻ്റെ എക്സ്റ്റൻഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു. സോ നമ്മുടെ റെസിസ്റ്റൻസ് ഫുൾ റെഡ് ലൈൻ ആ ഒരു അവിടെ ഓൾമോസ്റ്റ് സംഭവം ടച്ച് ആയിട്ടുണ്ട്. ഓക്കെ, ചെറിയ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്കി അതിൻ്റെ എക്സ്റ്റൻഷൻ ഫുൾ കഴിഞ്ഞു. ആ എക്സ്റ്റൻഷൻ കഴിഞ്ഞു, സ്റ്റിൽ അത് റെസിസ്റ്റൻസ് സോൺ ആയിരിക്കുള്ളൂ. അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കണം, അതിൻ്റെ ബ്രേക്ക് ഔട്ട് ഓർ ബ്രേക്ക് ഡൗൺ കിട്ടുന്നവരെ. ഓക്കെ, നിങ്ങൾ മറക്കരുത് കേട്ടോ. അത് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കണം ഈ മെഗാഫോൺ. ഓക്കെ, സോ ഇനി പിന്നെ വേറൊരു കാര്യം മൺഡേ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ 50 മിനിറ്റ്സ് ചാർട്ടിൽ ഫ്രൈഡേ അനലൈസിസ് വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ ഒരു ഹ്യൂജ് വോല്യൂം വന്നിട്ടുണ്ട് കണ്ടോ, ഈ അന്നത്തെ വീഡിയോയിൽ. അന്നത്തെ വീഡിയോ ഞാൻ ലാസ്റ്റിൽ ഇങ്ങനെ വന്ന വോല്യൂമാണ് 303 ആണ് ആ സമയത്ത്. ദാറ്റ് മീൻസ് ആ ഒരു വോല്യൂം എന്തെങ്കിലും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്താ ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, ഓൺ ടോപ്പ് ഹ്യൂജ് വോല്യൂം വരുന്നു എന്ന് പറഞ്ഞാൽ ബൈങ് വോല്യൂം ഉണ്ടാവാറില്ല. റെയറാണ്, ഉണ്ടാകും, ഞാൻ ഇല്ല എന്ന് പറഞ്ഞത്, പക്ഷേ റെയറാണ്. ബട്ട് അവിടെ കൺഫർമേഷൻ 2-3 കൺഫർമേഷൻ എന്ന് വെച്ചാൽ ഈ മെഗാഫോണിൻ്റെ അപ്പർ ട്രെൻഡ് ലൈൻ്റെ റെസിസ്റ്റൻസ് അവിടെ ടച്ച് ആണെങ്കിൽ പിന്നെയും സെല്ലിംഗ് തന്നെ വരുള്ളൂ. ഓർ ഇവിടുന്ന് ഗ്യാപ്പ് ഡൗൺ വോല്യൂം ആണോ എന്താണ്. സോ അത് ഗ്യാപ്പ് ഡൗൺ വോല്യൂം ആയിരുന്നു എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ബുക്കിംഗ് വോല്യൂം ആയി, അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓപ്പറേറ്റേഴ്സിൻ്റെ കയ്യിൽ, ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓൾറെഡി ഒരു നോളേജ് ഉണ്ടാകും. അവരുടെ വ്യൂ എപ്പോഴും ഉണ്ടല്ലോ, നെക്സ്റ്റ് എക്സ്പയറി ഉള്ള വ്യൂ ആയിരിക്കും. അവർ ഈ ഇന്നോ നാളത്തെ വ്യൂ അല്ല. സോ അവർ അതാണ് അവർക്ക് ഓൾറെഡി എല്ലാം ന്യൂസ് ഓൾറെഡി നേരത്തെ അറിയായിരിക്കും. അതാണ് എപ്പോഴും ട്രാക്ക് ചെയ്യാറുള്ളൂ. അവർക്ക് നേരത്തെ അറിയായിരുന്നു എന്തൊക്കെ മാർക്കറ്റിൽ നടക്കാൻ പോകും. അവർ ഓൾറെഡി ആ വോല്യൂം 3 or 3.5 ആ ഒരു ടൈമിൽ, ക്ലോസിങ് ടൈമിൽ അവർ ആ വോല്യൂം ഇട്ടു. മനസ്സിലായോ? അതാണ് നമ്മൾ പറയുന്നത്, എപ്പോഴും വോല്യൂം ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഫുൾ ഹ്യൂജ് വോല്യൂം എന്ന് വെച്ചാൽ ഫുൾ വോല്യൂം പ്രോഫിറ്റ് ബുക്കിംഗ് വോല്യൂം അല്ലാന്ന് ഞാൻ പറയണം കേട്ടോ. ഇങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഇനി ക്രാഷായി അങ്ങനെ ആയി. ഈ ക്രാഷ് ഒന്നുമില്ല, ഓർത്ത് വെച്ചേക്കണം. ഇത് ക്രാഷ് അല്ല. ക്രാഷൊക്കെ ഒത്തിരി സമയം ഇനി കിടക്കുന്നു. കാരണം നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ എന്താ, ഒരു റെഡ് ക്യാൻഡിൽ മാത്രമേ ഉള്ളൂ. നേരത്തെ അടിച്ച ഒരു ലോ ഏതാ, ഈ ഒരു ലോ 24,800 ഇതല്ലേ ലോ അടിച്ചെങ്ങനെ. മീൻസ് ഇവിടുന്ന് ഒരു റാലി വന്നു, ഹൈ അടിച്ചു, ലോ അടിച്ചു, ദെൻ ആണ് ഈ ഒരു ഹൈ അടിച്ചേക്കണേ. സോ ഈ ലോ ബ്രേക്ക് ചെയ്യുന്ന വരെ 24,800 വരെ നമ്മൾ ക്രാഷിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യില്ല. ക്രാഷ് നമ്മൾ ഇടും, ബട്ട് ക്രാഷ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അല്ലല്ലോ. അത് ടോപ്പ് അടിച്ചതല്ല. ടോപ്പ് അടിക്കാനൊക്കെ ഒരുപാട് സമയം നിഫ്റ്റി ഇനിയും ഒത്തിരി എക്സ്റ്റൻഷൻ നിഫ്റ്റി കിടക്കുന്നു. കാരണം നിഫ്റ്റി ഇനി നല്ല ഒരു ബുൾഷ് തന്നെ, ചാർട്ടിൽ എവിടെയെങ്കിലും വീക്ക്നെസ് കാണുന്നില്ല. സോ നമ്മളിപ്പോൾ അതൊന്നും ചിന്തിക്കേണ്ട, ബൈ ഓൺ ഡിപ്പ് തന്നെ ആയിരിക്കും. ബട്ട് ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടെ പതിയെ ഇവിടെ വരുവാണെങ്കിൽ കൊള്ളാം. അത് ടൈം സ്പെക്ട്. ഇനി മാർക്കറ്റ് എങ്ങനെയാണ് കയറുന്നത്, ഇനി നമ്മൾ എനിക്ക് ഡയറക്റ്റ് ഇവിടെ പറയാൻ പറ്റില്ല. ഈ ടച്ച് ചെയ്യുന്നത് നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ അടുത്ത ദിവസം ഇവിടെ തന്നെ വരുമെന്ന്. റീസൺ, അവർ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഇപ്പോൾ സപ്പോസ് ഇനി നാളെ റെഗുലർ 2 or 3 ദിവസം ബുക്കിംഗ് വരുവാണെങ്കിൽ മാർക്കറ്റ് കറക്റ്റ് ഇവിടെ ടച്ച് ആവും. സോ ഇത് സിങ്ക് ആവുന്നത് എവിടെ, ഈ ബ്ലൂ ലൈൻ നമ്മുടെ സപ്പോർട്ട് സിങ്ക് ആവുന്നത് എവിടെ, ഈ ഒരു റേഞ്ചല്ലേ, 300 നിയർ ആണല്ലോ. ഓക്കെ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഉണ്ടോ? സോ ഈ സോണിലാണ്. ബട്ട് സപ്പോസ് നാളെ നാളെ അടുത്ത ദിവസം മാർക്കറ്റ് വേണ്ടി പൊക്കിന്ന് വിചാരിച്ചു, പൊക്കിയിട്ട് മുകളിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, 1, 2, 3 ക്യാൻഡിൽസ് മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ റെസിസ്റ്റൻസ് വീണ്ടും കിട്ടും. സോ അവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ആണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരും. സോ പ്രോഫിറ്റ് ബുക്കിംഗ് നെക്സ്റ്റ് ഡേ വരും. പിന്നെ 1-2 ദിവസം കുറഞ്ഞ് വരുവാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഈ സപ്പോർട്ട് ലൈൻ, ഈ താഴത്തെ സപ്പോർട്ട് ലൈൻ അതും കയറി വരുന്നുണ്ടല്ലോ. അപ്പോൾ സപ്പോർട്ട് എവിടെ 25,600 ആയി. മനസ്സിലായോ? അവർക്ക് ട്രാപ്പ് ചെയ്യാനാണെങ്കിൽ അവർ അങ്ങനെയാണ് ട്രാപ്പ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ സപ്പോർട്ട് എടുക്കും, പതിയെ മുകളിലേക്ക് കൊണ്ടുപോകും ട്രാപ്പ് ചെയ്യാൻ. അപ്പോൾ ഇവർക്ക് എന്തായി, ഷോർട്ട് ചെയ്യുന്ന ആളുകളുടെ SL കിട്ടി. ഓക്കെ, മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ റെസിസ്റ്റൻസ് എടുക്കും. ആളുകൾ എന്ത് വിചാരിക്കും, ഇത് ഫ്രഷ് ബൈങ് വരാൻ തുടങ്ങി, റിറ്റെയിലേഴ്സ് വീണ്ടും കയറും.
അവിടെ കയറുമ്പോഴത്തേക്ക് ഇതിൻ്റെ റെസിസ്റ്റൻസ് അവിടെ കിട്ടി, അവിടെ എന്ത് ചെയ്യും, താഴെ കൊണ്ടുവരും. മനസ്സിലായോ? ഇതാണ് നമ്മൾ. അപ്പോൾ സപ്പോർട്ട് നമ്മൾ എന്തായി, അപ്പോൾ സപ്പോർട്ട് ഈ ഒരു ലെവലത്തെ, ദാറ്റ് മീൻസ് മാർക്കറ്റിൽ ക്രാഷ് അവിടെ വന്നു. സപ്പോർട്ട് പിന്നെ ഇവിടെ തിരിച്ച് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകും. സോ ചെറിയൊരു ഫോളിലും ഉണ്ടാവുള്ളൂ പിന്നെ. അപ്പോൾ നമ്മൾ ഇതൊക്കെ എല്ലാം ട്രാക്ക് ചെയ്യണം. നാളെയും അടുത്ത ദിവസം റെഗുലർ 2-3 ദിവസം പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് അപ്പോൾ ഇവിടെ ടച്ച് ചെയ്യും. അപ്പോൾ 25,300 to 400 or 200 ആ റേഞ്ചിൽ എവിടെയെങ്കിലും സപ്പോർട്ട് കറക്റ്റായിട്ട് എടുക്കും. അത് നമുക്ക് നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം അടുത്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. സോ ഇനി പറയാനുള്ളത് എനിക്ക് എന്താണ്, യെസ് സൈൻ കാണിക്കുന്നത് വീക്ക്നെസ് ആണ്. ഓക്കെ, ഫുൾ റെഡ് കണ്ടിലാണ് കാണിക്കുന്നത്. നമ്മൾ വേഗം ഇൻട്രാഡേ ചാർട്ടിലേക്ക് വരാം. ബട്ട് എനിക്കിപ്പോൾ ഇനി പറയാനുള്ളത് ഇവിടെ നമ്മുടെ ഈ ലെവൽസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മൾ ലെവൽസ് കറക്റ്റ് ഞാനെന്താ ഈ ഒരു സപ്പോർട്ട് ലൈൻ ട്രെൻഡ് ലൈൻ വരച്ചു കൊടുത്തായിരുന്നല്ലോ നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോയിൽ. ഓക്കെ, അത് രാവിലെ തന്നെ ബ്രേക്കായി. ദാറ്റ് മീൻസ് ഒരു പീനൻ പാറ്റേണിൻ്റെ ബ്രേക്ക് ഡൗൺ കിട്ടി നമുക്ക്. പ്രോഫിറ്റ് ബുക്കിംഗ് കറക്റ്റ് വന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഇവിടെ വരെ ഉള്ളൂ കേട്ടോ. 25 ഉള്ള കാര്യം പറയാം, 25,800 മാക്സിമം. 26,000 എന്തായാലും സപ്പോർട്ട് എടുക്കില്ലായിരുന്നു, കാരണം എന്താ വെച്ചാൽ അത് കറക്റ്റ് അവിടെ തന്നെ ആയിരുന്നു. സോ മോർണിംഗ് തന്നെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് കൊണ്ടുവന്നു. ഞാൻ ഇത്ര വരെ എക്സ്പെക്ട് ചെയ്തു, അതിൻ്റെ ബില്ലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ ഇവിടെ നിന്ന് ബൗൺസാണ് എക്സ്പെക്ട് ചെയ്തത്. ബൗൺസ് വന്നിട്ട് പിന്നെ തെളിവന്നെ ഓക്കെ. ബട്ട് അവരെന്ത് ചെയ്തു, ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തു. നമ്മുടെ കറക്റ്റാണ് നമ്മുടെ ലെവലിൽ കണ്ടോ, നമ്മുടെ ആ ലെവൽ ഇത് റെസ്പെക്ട് ചെയ്തില്ല, താഴത്തെ ലെവൽ എക്സ്പെക്ട് ചെയ്തു കണ്ടോ. ഗ്രീൻ ക്യാൻഡിൽ കൺസോളിഡേഷൻ നടന്നു കുറച്ച് നേരം. ബട്ട് പിന്നെ പിന്നെ അത് ബ്രേക്ക് ചെയ്തു താഴേക്ക്. ഓക്കെ, താഴേക്ക് ബ്രേക്ക് ചെയ്തു, പിന്നെ താഴേക്കാണ് കൊണ്ടുവന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഇവിടുന്ന് ഒരു ബൗൺസ് ആണുള്ള കാര്യം. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും പിയിൽ കയറിയത്. പിന്നെയാണ് ഒരു ചെറിയൊരു പി നമുക്ക് കിട്ടിയത്. പിന്നെ ഇപ്പോൾ ഇനി ഇത് കണ്ടിട്ട് ചെറിയൊരു 5 minutes ടൈം ഫ്രീ നോക്കുകയാണെങ്കിൽ ഇവിടെ കൺസോളിഡേഷൻ ഒത്തിരി കഴിഞ്ഞു. ഞാൻ കണ്ടോ, കൺസോളിഡേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നാളെ കണ്ടോ, അതിങ്ങനെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഒരു ഇത്തുണ്ട്, പിന്നെ ഇവിടെ നിന്ന് വേറെ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെയും വരുന്നുണ്ട്. ഓക്കെ, നാളെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് വരച്ച് വെച്ചേക്കണം, കാരണം ഇത് റെസ്പെക്റ്റ് ചെയ്യും ഫ്ലാറ്റ് ആണെങ്കിൽ. ബട്ട് വേറൊരു കാര്യം, RSI നമ്മൾ നോക്കുകയാണെങ്കിലുണ്ടല്ലോ 5 minutes + 15 minutes രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഓവർ സോൾഡിലാണ് കിടക്കുന്നത്. കണ്ടോ, ഓവർ സോൾഡിലാണ്. പ്ലസ് ഡൈവർജൻസ് ഉണ്ടോ, ഡൈവർജൻസ് ബുള്ളിഷ് ഡൈവർജൻസ് ആണ് ജനറേറ്റ് ആയത്. സോ മോസ്റ്റ് പ്രോബ്ലി ചാൻസസ് നാളെ ഇതുണ്ടോ, ഡൈവർജൻസ് ഉണ്ടോ, ഇത് മുകളിലേക്കാണ് RSI കണ്ടോ. ഇപ്പോൾ RSI പ്രസൻറ്റ് RSI 13 നിയർ കണക്കിന്. നമ്മൾ പ്രൈസ് നോക്കുകയാണെങ്കിൽ ലോവർ ലോ. ഓക്കെ, സോ ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രൈസ്. സോ മോസ്റ്റ് പ്രോബ്ലി ചാൻസസ് നാളെ ഗ്യാപ്പ് അപ്പ് ആവാൻ ചാൻസസ് ഉണ്ട്. ബട്ട് ഗ്യാപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ആവത്തില്ല കേട്ടോ. റിവേഴ്സ് ഒന്നും ആവില്ല. ഓക്കെ, RSI ഞാൻ ഇപ്പോൾ മാറ്റി വിടുന്നത്. റിവേഴ്സ് ആവത്തില്ല, പുൾ ബാക്ക്. ഓക്കെ, പുൾ ബാക്ക്. ചിലപ്പോൾ പുൾ ബാക്ക് തന്നിട്ട് വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ ചാൻസസ് ഉണ്ട്. റീസൺ എന്താ, ഫ്രഷ് ഇനി ഒരു സഡൻ ബൗൺസ് വരുമ്പോഴത്തേക്ക് എവിടെ വരെ വരും നമ്മൾ അത് നോക്കണം. ആ ബൗൺസ് വരുമ്പോഴത്തേക്ക് ആളുകൾ ഫ്രഷ് ഷോർട്ട് അടിക്കുന്ന ആളുകൾ ഒരു വീണ്ടും ഒന്നുകൂടി കയറും. മനസ്സിലായോ? സോ അങ്ങനെ ആയിരിക്കും നാളെ. അപ്പോൾ ഇതൊന്ന് വരച്ച് വെച്ചേക്കണം നിങ്ങൾ എല്ലാവരും കൂടി. ഇതിൻ്റെ ഡൈവർജൻസ് ഉണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ട് ഡൈവർജൻസ്. ഓക്കെ, ഇനി ലെവൽസ് വേറെ പ്രത്യേകിച്ച് ഇടയിലുള്ള ലെവൽസ് വരുന്നത് ആകെ ഒരു റെസിസ്റ്റൻസ് ഇതാണ് 25,990. ഓക്കെ, അത് ഒഴിവാക്കി കളയാം. ഇത് വെക്കാം, ഇത് 25,990. അത് റെസിസ്റ്റൻസ് റെഡ് ആക്കി ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, സപ്പോസ് നാളെ ഇവിടെ പോവുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ എവിടെ നിന്ന് ഈ ഒരു റേഞ്ച് അല്ലെങ്കിൽ മുകളിലത്തെ അവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് ഇവിടെ റെഡ് ലൈൻ ഇവിടെ ആക്കി വെക്കുക, അഡ്ജസ്റ്റ് ചെയ്യും. റെഡ് ലൈൻ 25,060. സോ 25,990 to 26,660 ഇത് നമ്മുടെ റെസിസ്റ്റൻസ് കൊണ്ടായിട്ട് മാറും നാളെ. ഓക്കെ, ഇവിടുന്ന് ഒരു കണ്ടോ ഫ്രഷ് സെല്ലിംഗ് ജനറേറ്റ് ആയി, പിന്നെ ഇവിടെ ഫ്രഷ്, അതാണ് ആ ഒരു റീസൺ. സോ ബൗൺസ് വന്നാൽ റെസിസ്റ്റൻസ് എടുക്കും. ഇവിടെ ഈ റെസിസ്റ്റൻസിന് ചെറിയൊരു റീട്രേസ്മെൻറ്റ് മുകളിലേക്ക് വീണ്ടും കയറുകയാണെങ്കിൽ മുകളിലേക്ക് പോലെ ആക്റ്റീവ് ആവും. ഓക്കെ, പിന്നെ സപ്പോർട്ട് സോൺ. സപ്പോർട്ട് സോൺ സപ്പോസ് നാളെ നമ്മളെ ഈ ലെവൽ ഈ ലെവൽ നമ്മുടെ ലെവലാണ് 25,780. ഇത് ബ്രേക്ക് ചെയ്താൽ ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോസ് നമ്മൾ നെക്സ്റ്റ് ഫ്രഷ് ബൈങ് ജനറേറ്റ് ആയത് ഇവിടുന്ന് ഒന്ന് ഇത് 25,645. ഓക്കെ, അത് ഗ്രീനാക്കി മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബൈങ് സോൺ വരുന്നത് സപ്പോർട്ടായിട്ട് വരുന്നത് ഇതാണ് 25,540. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് മുകളിലേക്ക് ആക്കിയാൽ ഇത്ര വരെ എക്സ്പെക്ട് ചെയ്യുന്നു. മോസ്റ്റ്ലി ചാൻസസ് നാളെ ബൈ ചാൻസ് ഇപ്പോൾ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ, സപ്പോസ് ഗ്യാപ് ഡൗൺ ആണെങ്കിൽ, സോ ഫ്രഷ് സെല്ലിങ്ങിൽ ആരും കയറില്ല, ഫ്രഷ് പി ആരും എടുക്കണ്ട. റീസൺ ഓവർ സോൾഡിലായിരിക്കും. പ്ലസ് RSI
നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് RSI താഴെ നോക്കിക്കോ. RSI അപ്പോൾ ഇതിൻ്റെ ഈ ആവറേജ് പ്രൈസിൻ്റെ ഇവിടെ സപ്പോർട്ട് എടുക്കും. ഓക്കെ, സപ്പോസ് ഗ്യാപ്പ് ഡൗൺ ആണ്, ഗ്യാപ്പ് ഡൗൺ ഒരു 19 പോയിൻറ്റ്സ് 50 പോയിൻറ്റ്സ് 180 പോയിൻറ്റ്സ് ഗ്യാപ്പ് ഡൗൺ. സോ RSI ഇവിടെ ആയിരിക്കും, ലാസ്റ്റിലായിരിക്കും. സോ സപ്പോർട്ട് എടുത്ത് വീണ്ടും സഡൻ ഒരു പ്രൈസ് ഷൂട്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ടാവും അപ്പോഴത്തേക്കും. ഓക്കെ, സോ കെയർഫുള്ളി ട്രേഡ് ചെയ്യാം നോക്കിയിട്ട്. ഓക്കെ, വേറെ ഇടയ്ക്ക് വേറെ ഒന്നുമില്ല. ജസ്റ്റ് ചെറിയ ഫെയർ വാല്യൂ ഗ്യാപ്പ് 1 2 ഇല്ല, വേറെ ഒന്നുമില്ല. സപ്പോർട്ട് ചെയ്ത് മാത്രമായിട്ട് നമ്മൾ വരും 25,642 ഒരു റേഞ്ച് ആയിട്ടാണ് നമ്മൾ സപ്പോർട്ട് വരുന്നുള്ളൂ. ഓർഡർ ബ്ലോക്ക് ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഓർഡർ ബ്ലോക്ക്. ഓർഡർ ബ്ലോക്ക് മീൻസ് നമ്മളെ ഒരു ഗ്രീൻ ബോക്സ് ആണ് ഓർഡർ ബ്ലോക്ക്. ഇത് ഈ ഒരു റെഡ് ക്യാൻഡിൽ നമ്മുടെ ഇവിടെ ഹൈ അടിച്ചു, ലോ അടിച്ചു, ഇതിൻ്റെ അപ്പർ ഹൈ. സോ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയില്ലോ. സോ ഈ റെഡ് ക്യാൻഡിലാണ് നമ്മുടെ നാളത്തെ ഓർഡർ ബ്ലോക്ക്. സോ നാളെ ചാൻസസ് ഉണ്ട് ഈ ഏരിയയിൽ വന്നാൽ ബൗൺസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നാളെ ഓപ്പണിംഗ് ഇവിടെ തന്നെ ആണെങ്കിൽ, ഈ ഗ്രീൻ ബോക്സ് തന്നെ ആണെങ്കിൽ പ്രൈസ് ഒരു ബൗൺസ് തരാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മളെ ഇവിടെ വന്നിട്ട് സഡൻ നമ്മൾ പ്രൈസ് ഗ്യാപ്പ് അപ്പ്, സപ്പോസ് ഗ്യാപ്പ് ഡൗൺ ആണ്, ഈ ബോക്സിൽ പ്രൈസ് നാളെ വന്നു കഴിഞ്ഞാൽ 5 മിനിറ്റ് ചാർട്ടിൽ നമുക്ക് പോവുക. 5 മിനിറ്റ് ചാർട്ടിൽ പോയിട്ട് ഇവിടെ പിൻബാറോ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്തെങ്കിലും സ്മോൾ ടൈം ഫ്രെയിമിൽ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കാവുള്ളൂ. ഡയറക്റ്റ് റെഡ് ക്യാൻഡിൽസ് താഴേക്ക് വരികയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. സോ നിഫ്റ്റിയുടെ അനാലിസിസ് കഴിഞ്ഞു. ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ പോകാം. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും കൂടി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും. യെസ്, നിഫ്റ്റിയിൽ വേറൊരു കാര്യം കൂടി എന്നുവെച്ചാൽ നിഫ്റ്റി ഫിബൊനാച്ചി വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഹൈ ആൻഡ് ലോ നിയറസ്റ്റ് നമ്മൾ ഇത് ടച്ച് ചെയ്യുകയാണെങ്കിൽ, നിയറസ്റ്റ് ലോ ആൻഡ് ഹൈ പിടിക്കുകയാണെങ്കിൽ ഒക്കെ 50 മിനിറ്റ്സ് ആണ് കണ്ടോ, ഗോൾഡൻ സോണിലാണ് നിഫ്റ്റി. ദാറ്റ് മീൻസ് ഇവിടുന്ന് പ്രൈസ് മാക്സിമം ചാൻസ് ഉണ്ട് പ്രൈസ് ഇവിടുന്ന് പോകാൻ. ഇത് ബ്രേക്ക് ചെയ്താൽ, ഈ ഗ്രീൻ ബോക്സ് ബ്രേക്ക് ചെയ്താൽ ദെൻ ദാറ്റ് മീൻസ് പിന്നെ ബിയറിഷ് ആയി, പിന്നെ ഒന്നുകൂടി താഴേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. ബട്ട് മോസ്റ്റ്ലി പ്രൈസ് ഇവിടുന്ന് ഇത് കണ്ടോ 25 നമ്മുടെ ഈ ഗോൾഡൻ റേഷ്യോ ആണ് 25,790. ഓക്കെ, 790. സോ അവർ SL എടുക്കാനുള്ള ഫുൾ ചാൻസസിലാണ്, ഫുൾ മൂഡിലാണ് അവരിപ്പോൾ വന്നേക്കുന്നതാണ്. ഓക്കെ, സോ പ്രൈസ് ഇവിടുന്ന് ഒരു ചെറിയ നാളെ മോർണിംഗ് ചാൻസസ് ഉണ്ട്, ഗ്യാപ്പ് അപ്പ് ആവാനുള്ള ചാൻസസ് ആണ്. ഇവിടുന്ന് കറക്റ്റ് ആ പ്രൈസിന് അവിടെ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കണ്ടോ, ലോ ഇന്നത്തെ എക്സാക്റ്റ് അത് തന്നെയാണ്. സപ്പോസ് ഇവിടെ വന്നാൽ സഡൻ ഒരു പ്രൈസ് വരും, പക്ഷേ സ്ട്രക്ചർ പിന്നെ വീക്കായിരിക്കും ഗ്യാപ്പ് ഡൗൺ ആയി കഴിഞ്ഞാൽ, പിന്നെ സെല്ലോൺ പ്രൈസിലേക്ക് ഇങ്ങനെ മാറും. ഇനി നമുക്ക് എന്തായാലും ലൈവ് മാർക്കറ്റ് തന്നെ നോക്കാം, അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ബട്ട് യെസ്, ഇത് ഓർത്ത് വെച്ചേക്കണം. ഇപ്പോൾ പ്രൈസ് എക്സാക്ട് ഗോൾഡൻ റേഷ്യോയാണ്. ഓക്കെ, സോ ഇനി ബാങ്ക് നിഫ്റ്റി കിടക്കാം കേട്ടോ. ബാങ്ക് നിഫ്റ്റി ഞാൻ ഫിബൊനാച്ചി തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫിബൊനാച്ചി ഞാൻ അല്ലെങ്കിൽ വിട്ടുപോകും. ബാങ്ക് നിഫ്റ്റി നമ്മുടെ മറ്റ് റേഷ്യോയിലാണ്, നമ്മുടെ പേഴ്സണൽ റേഷ്യോ ഞാൻ പറയാനുണ്ടല്ലോ 0.5 to 0.68 അത് തന്നെയാണ് ആദ്യം ഞാൻ കാണിച്ചേക്കുന്നത്. ഓക്കെ, അതിലേക്കാണ്. സോ ബാങ്ക് നിഫ്റ്റി തന്നെ. പിന്നെ താഴത്തെ ലെവൽ ഇതാണ് കേട്ടോ, 52,300 നല്ലൊരു സപ്പോർട്ട് സോണായിട്ട് മാറും. അതും നാളെ ബാങ്ക് നിഫ്റ്റി ഫിബൊനാച്ചി എന്തെങ്കിലും മാറ്റാം. സോ ബാങ്ക് നിഫ്റ്റി ആ പീനിയൻറ്റ് പാറ്റേൺ ബ്രേക്ക് ചെയ്തായിരുന്നു, അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ നമുക്ക് കിട്ടിയതാണ് പീനിയൻറ്റ് പാറ്റേണിൻ്റെ. ഓക്കെ, ഇന്ന് മോർണിംഗ് ബ്രേക്ക് ഡൗൺ ബാങ്ക് നിഫ്റ്റി കണ്ട പെർഫെക്റ്റ് ലെവലാണ് നമ്മൾ വർക്ക് ചെയ്തത്. കണ്ട ഗ്യാപ്പ് ഡൗൺ താഴേക്ക് വന്നു, നമ്മുടെ ഈ ലെവൽ ഇവിടുന്ന് സപ്പോർട്ട് എടുത്തു. ഞാൻ ഈ ലെവൽ എക്സാക്ട് ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു 53,950 to 100 ആണ് എന്തോ ഞാൻ കൊടുത്തത്. കറക്റ്റ് സപ്പോർട്ട് എടുത്തു, മുകളിലേക്ക് പോയി റെസിസ്റ്റൻസ് എടുത്തു, ഈ വീണ്ടും ഫോൾ കണ്ടോ. ഇതാണ് പെർഫെക്റ്റ് ലെവൽസ്. ഞാൻ തരുന്ന ലെവൽസ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കുള്ളൂ. നിങ്ങളത് മാർക്ക് ചെയ്ത് വെക്കണം, കറക്റ്റ് പെർഫെക്റ്റ്ലി മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ബാങ്ക് നിഫ്റ്റി ഇത് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി ഇത് കണ്ടോ, യെസ് ബാങ്ക് നിഫ്റ്റി ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു പീനിയൻ പാറ്റേൺ ആണ് കേട്ടോ. അത് കണ്ടോ, പീനിയൻ പാറ്റേൺ ഉണ്ടോ, അതെ ഇതിങ്ങനെ ഇത് മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ബാങ്ക് നിഫ്റ്റിയിൽ കൂടി മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ബാങ്ക് നിഫ്റ്റിയിൽ ചേഞ്ചസ് ഒന്നുമില്ല, നമ്മളെ ലെവൽസ് പക്ക ലെവൽസാണ് ഇപ്പോൾ സ്റ്റിൽ, ഒരു ചേഞ്ചസ് വരുന്നില്ല ബാങ്ക് നിഫ്റ്റിയിൽ. സോ ബാങ്ക് നിഫ്റ്റി ഇതുപോലെ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് കറക്റ്റ് എക്സാക്ട്ലി നോക്കി വയ്ക്കാം. RSI നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ എക്സാക്ട് ഡൈവേർജൻസ് ബാങ്ക് നിഫ്റ്റിയിലുണ്ട്, ബോത്ത് ഇൻഡെക്സിന് ഡൈവേർജൻസ് ഉണ്ട് കേട്ടോ. കണ്ടോ, ബുള്ളിഷ് ഡൈവേർജൻസ് ഉണ്ട്. ഇതിനകത്ത് പ്രൈസ് താഴേക്കാണ് റെഗുലർ, ഇതിനകത്ത് സോ റിവേഴ്സൽ സൈൻ അല്ല, ബട്ട് യെസ് ഒരു പ്രൈസ് ഒരു ബൗൺസ് തരാനുള്ള ചാൻസസ് കൂടുതലാണ്. റിവേഴ്സൽ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ 50 മിനിറ്റ്സ് ആണല്ലോ. സോ മുകളിലേക്ക് പ്രൈസ് ഒരു പ്രാവശ്യം പോയിട്ട് പിന്നെ വീണ്ടും ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടായിരിക്കും ഫർദർ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ലെവൽസ് കാര്യങ്ങളും ബാങ്ക് നിഫ്റ്റിയിലും കറക്റ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ശരിക്കും
അങ്ങനെ കറക്റ്റ് റേലി ആർക്കൊന്നും തരത്തില്ല. ദാറ്റ് മീൻസ് റെഗുലർ ഫോളൊന്നും തരത്തില്ല. ആ ഒരു സിറ്റുവേഷനിലല്ല. തിരിച്ചു കയറുമല്ലോ. കയറുമ്പോഴത്തേക്കും നല്ല ഒരു ഇത് തരാനുള്ള പ്രോഫിറ്റ് തരാനുള്ള ചാൻസസ് കൂടുതലുണ്ടാവും. എന്ന് വെച്ചാൽ ഫോൾ 1-2 ക്യാലിൽ വരുള്ളൂ, അത് കഴിഞ്ഞ് പിന്നെ സൈഡ് വേസ് ആക്കുകയുള്ളൂ. അത് കാരണം ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രക്ചർ അങ്ങനത്തെ അല്ല. അവർ ട്രാപ്പ് ചെയ്യും, ഓവർ നന്നായിട്ട് ട്രാപ്പ് ചെയ്യും. വെറുതെ ഈസിലി ഒന്നും കിട്ടത്തില്ല. ബാങ്ക് നിഫ്റ്റിയിൽ ഒന്നുകൂടി ഞാൻ ഫിബൊനാച്ചി ഒന്ന് വെച്ച് കാണിച്ചു തരാവേ. യെസ്, ഹൈ, ഓക്കെ, ആൻഡ് ദ ലോ. സോ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ യെസ്, ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ്ലി ബാങ്ക് നിഫ്റ്റി ഒരു സപ്പോർട്ട് സോണിൽ തന്നെയാണ്. അതാണ് സെല്ലിങ് ഇങ്ങനെ കുറഞ്ഞു, കണ്ടോ, അതാണ്. സോ ബാങ്ക് നിഫ്റ്റി നമ്മുടെ ഇപ്പോൾ സ്റ്റിൽ ഒരു സപ്പോർട്ടിലാണ്, കറക്റ്റ് സപ്പോർട്ടിലാണ് ക്ലോസിങ് വന്നിങ്ങനെ. പിന്നെ അതിൻ്റെ താഴത്തെ മെയിൻ മേജർ സപ്പോർട്ടായിരിക്കുള്ളൂ നമ്മുടെ ഇത് 52,430 ആ ഒരു നിയർ. അപ്പോൾ ഫിബൊനാച്ചിയുടെ ഈ ലെവൽ കൂടി സിങ്ക് ആവും. ഓക്കെ, സോ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. എല്ലാവരും കൂടി കെയർഫുൾ വേണം. ബാങ്ക് നിഫ്റ്റിയിൽ ഷോർട്ട് എന്തായാലും അടിക്കരുത്. ഇപ്പം താഴേക്ക് വന്ന് സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ബൗൺസ് കിട്ടുവാണെങ്കിൽ ദെൻ വി ക്യാൻ ഗോ ഫോർ എ ഷോർട്ട്. അല്ലെങ്കിൽ താഴെ വരുവാണെങ്കിൽ അവിടെ നിന്ന് ബൈങ് എടുക്കാനാണ് കുറച്ചുകൂടി ബെറ്റർ. ബട്ട് റിവേഴ്സൽ ക്യാൻഡിൽ നോക്കിയിട്ട് വേണം പ്ലേ ചെയ്യാൻ. ഓക്കെ, സോ വീഡിയോ ഒത്തിരി ലോങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.